സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നിങ്ങളുടെ വീടുകളിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? ദയവ് ചെയ്ത് കുടുംബ പ്രാർത്ഥന ഉണ്ടെന്ന് പറയുന്നവർ കരമുയർത്തിക്കാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ എപ്പോഴൊക്കെയാണ്, രാവിലെയും വൈകുന്നേരമാണോ പ്രാർത്ഥിക്കുന്നത്? ഓക്കെ. അനേകം ആളുകൾ കുടുംബ പ്രാർത്ഥനയെ ഉപേക്ഷയായി വിചാരിക്കുന്നുണ്ട്. ഇനിയും പലരും കരങ്ങൾ ഉയർത്തിയിട്ടില്ല. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ മറ്റാരും തന്നെ സഹകരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ തന്നെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരും കൂടി വന്നിട്ട് പ്രാർത്ഥിക്കാനിടയാകും. നിങ്ങളുടെ ഭവനം ഒരു പ്രാർത്ഥന ആലയമാക്കി മാറ്റണം. നിന്റെ മക്കൾക്ക് മാത്രമല്ല അനുഗ്രഹമാകേണ്ടത്, നിന്റെ വീട്ടുകാർക്കും നിന്റെ ബന്ധുക്കൾക്കും ചുറ്റുപാടുമുള്ളവർക്ക് അനുഗ്രഹമായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. ലുദിയയുടെ ഹൃദയത്തെ ദൈവം തുറന്ന സമയത്ത്, അവൾ പ്രാർത്ഥിച്ചതായ സമയത്ത് അവൾ വീട്ടുകാരെ എല്ലാം രക്ഷിക്കപ്പെടുത്തുവാനിടയായി. ദൈവദാസന്മാരോട് നിർബന്ധിച്ചിട്ട് അവൾ തന്റെ വീട്ടിൽ പ്രാർത്ഥന വയ്ക്കുവാനിടയായി. പിന്നീട് ലുദിയയുടെ ഭവനത്തെക്കുറിച്ച് വചനത്തിൽ പറയുന്നു, അത് പ്രാർത്ഥനാ സ്ഥലമായിട്ട് മാറിപ്പോയി. അവളുടെ ഭവനം ഒരു സഭയായിട്ട് മാറി. നിന്റെ ഭവനം ദൈവത്തിന്റെ ആലയമാക്കി മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മക്കളെ ദൈവത്തിന്റെ ദൂതന്മാരെ പോലെ ഒരുക്കിയെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മാതാവേ, പിതാവേ, നിങ്ങൾ പ്രാർത്ഥിക്കുക. ദിനംതോറും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളും നിങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കും. കൊച്ചു കുഞ്ഞുങ്ങളും ചേർന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. ഞങ്ങളുടെ സഭയിൽ 1 വയസ്സ് 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഇരുന്ന്, 2 വയസ്സുള്ള പെൺകുട്ടികളാണെങ്കിൽ തലയിൽ കൂടെ ഷാൾ ഇട്ടാണ് പ്രാർത്ഥിക്കും. മറ്റു സഹോദരിമാർ ഷാളൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ഈ കുഞ്ഞും അതുപോലെ പ്രാർത്ഥിക്കുവാനിടയാകും. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളും നമ്മെ കണ്ടുകൊണ്ട് അവർ പ്രാർത്ഥനയിൽ വളരേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ മക്കളുടെ പേര് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ആരും അനുസരിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല എങ്കിൽ, ആരെങ്കിലും മാനസാന്തരപ്പെടുന്നില്ല എന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഉപവസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. തീർച്ചയായും ദൈവം വിടുവിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ മക്കൾ ദൈവസന്നിധിയിൽ വലിയ ആളുകളായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അതോ ഭൂമിയിൽ വലിയ ആളുകളായിരിക്കുവാനാണോ ആഗ്രഹിക്കുന്നത്? സെബദീ പുത്രന്മാർ ദൈവസന്നിധിയിൽ അവരെ കൂട്ടിക്കൊണ്ടുവന്ന സമയത്ത് കർത്താവിന് മുൻപിൽ നിർത്തിയിട്ട് എന്താണ് അവർ പ്രാർത്ഥിക്കുവാനിടയായത്? കർത്താവ്, ഇവർക്ക് MBBS സീറ്റ് ലഭിക്കണം, കർത്താവ് ലണ്ടനിലേക്കുള്ള വിസ ലഭിക്കണം എന്നാണോ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചത്? ഒരാൾ MP ആകാനും ഒരാൾ MLA ആകാനും വേണ്ടിയാണോ പ്രാർത്ഥിപ്പിച്ചത്? എന്താണ് അവർ ചോദിച്ചത്? അറിയാവുന്ന ആളുകൾ പറയുക. യാക്കോബിനെയും യോഹന്നാനെയും അവരുടെ അമ്മ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എന്താണ് അപേക്ഷിച്ചത്? എൻ്റെ ഈ 2 മക്കളും നിന്റെ രാജ്യത്തിൽ ഒരുവൻ നിന്റെ വലതുഭാഗത്തും ഒരുവൻ നിന്റെ ഇടതുഭാഗത്തും ഇരിക്കുവാനിടയാകണം എന്നാണ് ചോദിച്ചത്. എന്താണ്? നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ലോകത്തിൽ ഇരിക്കുവാൻ വേണ്ടിയല്ല, സ്വർഗലോകത്തിൽ ദൈവത്തിന്റെ രാജ്യത്തിൽ നിന്റെ സിംഹാസനത്തിന്റെ ഇടതുവശത്ത് ഒരുവനും വലതുവശത്ത് ഒരുവനും ഇരിക്കണമെന്നാണ് ആ അമ്മ ആഗ്രഹിച്ചത്. എത്ര പേർക്ക് ഇങ്ങനെയുള്ള ആശയുണ്ട്? നിങ്ങളുടെ ആഗ്രഹം ലോകത്തിൽ വലിയവരാകാനാണോ, സ്വർഗത്തിൽ വലിയവരാകാനാണോ? ദൈവത്തിൽ ഏൽപ്പിക്കപ്പെടുന്നവൻ ഒരിക്കലും ദരിദ്രരാവില്ല. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം അവരെ തലയാക്കും, ഒരിക്കലും അവരെ വാല് ആക്കുകയില്ല. നിങ്ങൾ എത്ര പഠിപ്പിച്ചാലും, നിങ്ങൾ അമേരിക്കയിൽ വിട്ടാലും, നിങ്ങൾ ഓസ്ട്രേലിയ വിട്ട് പഠിപ്പിച്ചാലും, സിംഗപ്പൂരിൽ വിട്ട് പഠിപ്പിച്ചാലും അവരെന്താണ്, പിന്നെ അവർ ഇങ്ങോട്ട് വരികയേയില്ല. അഥവാ വന്നാലും കൂടെ വേറെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടായിരിക്കും വരാറുള്ളത്. അതാണ് ഈ കാലത്ത് നടക്കുന്നത്. എത്രയോ അമ്മമാർ ദുഃഖിച്ച് കരയുന്നുണ്ട്. എടാ, നിന്നെ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് പഠിപ്പിച്ച് നിനക്ക് വിസ എല്ലാം ശരിയാക്കിയിട്ട് നിന്നെ അവിടുന്ന് പഠിപ്പിച്ചിട്ട് ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചപ്പോൾ നീ എന്തിനാണ് ഈ കുട്ടിയെയും വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് വീണ്ടും അവൻ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും. എന്താണ്? എത്രയോ മാതാപിതാക്കൾ ഇങ്ങനെ മക്കളെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ട്. രാവും പകലും കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് മക്കളെ വളർത്തി വലുതാക്കി അവർ ഒരു നിലയിലായിരിക്കുമ്പോൾ എത്രയോ മാതാപിതാക്കളെ അവർ തള്ളിക്കളയുകയാണ്, നോക്കത്തില്ല. വേണമെങ്കിൽ അനാഥാലയത്തിൽ കൊണ്ട് തള്ളുകയാണ്, വേണമെങ്കിൽ പണം നൽകാമെന്നാണ് പറയുന്നത്. എന്താണിത്? അവർ പറയുന്നു, മകനെ, നിന്റെ പണമല്ല ഞങ്ങൾക്ക് വേണ്ടത്, നിന്റെ സ്നേഹമാണ്, നിന്റെ സാന്നിധ്യമാണ്, നിന്റെ ആശ്വാസമാണ് എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ കരയുന്നു. നിങ്ങൾ മക്കൾക്ക് വേണ്ടി ദൈവം മുമ്പാകെ കരഞ്ഞാൽ നിങ്ങളുടെ മക്കൾ ലോകത്തിൽ ധന്യരായി മാറാനിടയാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ മക്കളുടെ ജീവിതത്തിൽ കൂടി ദൈവം നിറവേറ്റി നിങ്ങളെ ഭാഗ്യവാന്മാരാക്കി മാറ്റുകയും ചെയ്യും. പിശാച് കുടുംബങ്ങളെ താറുമാറാക്കി കളയേണ്ടതിനു വേണ്ടി അന്നു തന്നെ തന്ത്രമൊരുക്കുവാനിടയായി. ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ ഭിന്നത ഉണ്ടാക്കി, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവും എന്നൊക്കെ വിളിച്ച് പുകഴ്ത്തി സ്നേഹത്തോടെ സംസാരിച്ച ആദാമ് തിന്നരുതെന്ന് കൽപ്പിച്ച പഴം തിന്നപ്പോൾ എന്താണ് വിളിച്ചതെന്നറിയാമോ? എന്താണ് വിളിച്ചത്? ദൈവം ചോദിച്ചു, എന്തിനു തിന്നു? അറിവില്ലാതെ തിന്നതാണ്.
അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, മാംസത്തിൽ നിന്നുള്ള മാംസവുമായ എൻ്റെ ഭാര്യ തന്നതുകൊണ്ടാണ് തിന്നത്. അവൾ നരകത്തിൽ പോയാൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമോ? ഞങ്ങൾ രണ്ടും ഏക ശരീരമാകുമെന്ന് നീയാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവളായ ഭാര്യ തന്നതുകൊണ്ടാണ് ഞാൻ കഴിച്ചത് എന്നാണോ പറഞ്ഞത്? ഒരിക്കലുമല്ല. നീ എന്നോടൊപ്പം ഇരിക്കുവാൻ തന്നിരിക്കുന്ന ഈ സ്ത്രീ തന്നതുകൊണ്ടാണ് ഞാൻ തിന്നതെന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെയുള്ളൊരു മനുഷ്യനല്ല എന്നാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഈ സ്ത്രീ തന്നതുകൊണ്ട് ഞാൻ തിന്നു എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്, അവന്റെ കുറ്റമല്ല എന്ന്. അപ്പോൾ തന്നെ ഭാര്യയെ തള്ളിക്കളയുവാനിടയായി. ഭാര്യയെ കുറ്റം പറയുകയാണ്. എന്തുകൊണ്ടാണ് ഈ കാലത്ത് അനേകം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നത്, എപ്പോഴും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്? നമ്മുടെ ഭാരതത്തിൽ സ്ത്രീകളെ വിളിക്കുന്നത് പോലും അങ്ങനെയാണ്. ഡി, ആ, ഐ. അതെന്താണ്? ഭാര്യയെ ഓയ് ഓയ് എന്നൊക്കെ എന്തിനാണ് വിളിക്കുന്നത്? അന്ധന്മാരെ പോലെ. എന്നാൽ നമ്മുടെ അമേരിക്കയിലാണെങ്കിൽ എങ്ങനെയാണ് വിളിക്കുന്നത്? ഹണി, സ്വീറ്റി. നമ്മുടെ നാട്ടിൽ ഈ രീതിയിൽ, അവിടെ ചെന്നാൽ അതിനപ്പുറമുള്ള രീതിയാണ്. ഹണി, ഐ കാണ്ട് ലിവ് വിത്ത് യു, ഐ വാണ്ട് ടു ഡൈവേഴ്സ് യു. മൈ ഡിയർ, ഐ കാണ്ട് ബെയർ യു, നോ ഐ വാണ്ട് ഡൈവേഴ്സ് യു. യെസ് ഡിയർ എന്ന് പറയും. പിന്നെ ഇതിനാണ് യെസ് ഡിയർ എന്ന് വിളിക്കുന്നത്. അവിടെ വെറും വാക്കുകളിൽ മാത്രമാണ് സ്നേഹം കാണിക്കുന്നത്. നമ്മളാണെങ്കിൽ മനസ്സിൽ സ്നേഹം വെച്ചിട്ട് പിന്നെ ഓയ് ഹായ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയെ പേര് ചേർത്ത് വിളിക്കുക, അല്ലെങ്കിൽ സ്നേഹത്തോടെ വിളിക്കുക. അല്ലാതെ ഈ കാലത്ത് ഭാര്യയും ചില ഭാര്യമാരും അങ്ങനെയാണ് ഏയ് ഓയ് എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. പണ്ടുകാലത്ത് സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ചേട്ടാ എന്നായിരിക്കും ഭാര്യ ഭർത്താവിനെ വിളിച്ചുകൊണ്ടിരുന്നത്. വളരെ ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടിയായിരിക്കും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം സ്നേഹവും ബഹുമാനവും എല്ലാം അവർ കാട്ടുമായിരുന്നു. നമുക്കറിയാം, ഭാരതത്തിൽ പതിവ്രതകളായിരുന്നു. അന്നത്തെ സ്ത്രീകളെക്കുറിച്ച് പതിവ്രതകൾ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഓവറായിട്ട് സ്നേഹിക്കണമെന്നല്ല, ഭർത്താവിനെ ബഹുമാനം കൊടുക്കേണ്ട രീതിയിൽ ബഹുമാനം കൊടുക്കുക. തക്കതായ തുണയെന്ന രീതിയിൽ ഹൃദയത്തോട് ചേർത്ത് നിർത്തുക. നിന്റെ ഭാര്യയെ ചേർത്ത് നിർത്തുക. നിന്റെ ഭാര്യ നിനക്ക് അടിമയല്ല, നീ നിന്റെ ഭാര്യയ്ക്ക് ദൈവവുമല്ല. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് എന്ന സത്യം മനസ്സിലാക്കുക. നിന്റെ ഭാര്യയെ നിന്നോട് ചേർത്ത് നിർത്തുക. ഭർത്താവ് കുറ്റം ചെയ്താൽ നിന്റെയും കൂടെ കുറ്റമാണെന്ന് മനസ്സിലാക്കുക. നമുക്കറിയാം, അബീഗയിൽ ദാവീദിന്റെ അടുത്ത് ചെന്നിട്ട് തന്റെ ഭർത്താവായ നാബാലിന് വേണ്ടി ദാവീദിനോട് യാചിക്കുകയാണ്. ഭർത്താവിന്റെ കുറ്റം എന്റെ മേൽ വെക്കുക, അവൻ ദുസ്വഭാവമുള്ളവനാണ്, അവൻ കുറ്റം ചെയ്തത് എന്റെ മേൽ വെക്കുക എന്ന് പറഞ്ഞ് യാചിച്ചു. കണ്ടില്ലേ? അതാണ് പ്രാർത്ഥന. അല്ലാതെ ദൈവസന്നിധിയിൽ ചെന്നിട്ട് എൻ്റെ ഭർത്താവിനെ ദൈവമേ ഒരു പാഠം പഠിപ്പിക്കണമേ, അവൻ്റെ കാൽ ഒടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതല്ല യഥാർത്ഥമായ പ്രാർത്ഥന. എൻ്റെ ഭർത്താവിനെ മാറ്റണമേ, എൻ്റെ ഭർത്താവിനോട് ക്ഷമിക്കണമേ, അദ്ദേഹം മദ്യത്തിൻ്റെ ലഹരിയിലാണ്, ബോധമില്ലാതിരിക്കുകയാണ്, എൻ്റെ ഭർത്താവിനോട് മനസ്സറിയണമേ, കരുണ കാട്ടണമേ, അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. എൻ്റെ പിതാവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി എൻ്റെ മാതാവ് 12 വർഷം പ്രാർത്ഥിക്കുവാനിടയായി. 12 വർഷം. എത്ര നിന്ദിച്ചിട്ടും എത്ര ഉപദ്രവിച്ചിട്ടും അമ്മ പിണങ്ങിപ്പോകുവാനൊന്നും ഇടയായില്ല. കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി. നിന്റെ പിതാവ് മാനസാന്തരപ്പെടുമെന്ന് പറയുമ്പോൾ ഞാനത് കേട്ട് ചിരിക്കുമായിരുന്നു. എന്താണോ അമ്മ ഇങ്ങനെ? എന്നാൽ എൻ്റെ പിതാവ് മാനസാന്തരപ്പെടുവാൻ ഇടയായി, മാറുവാനിടയായി. മാനസാന്തരപ്പെട്ടിട്ട് എൻ്റെ അമ്മയുടെ കരം പിടിച്ചിട്ട് അമ്മയോട് ക്ഷമ ചോദിക്കുന്നത് ഞാൻ കാണുവാനിടയായി. എനിക്കത് കണ്ടപ്പോൾ അത്ഭുതം തോന്നാനിടയായി, അതിശയം തോന്നി. അത്രമാത്രം കോപിഷ്ഠനായ ഒരു മനുഷ്യനായിരുന്നു എൻ്റെ പിതാവ്. ആരെയും വകവയ്ക്കുകയില്ലായിരുന്നു. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെയായി മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ട് അതിനുശേഷം അവർ വളരെ ഇണക്കുരുവികളെ പോലെ ജീവിതകാലം കഴിക്കുവാനിടയായി. നിന്റെ ഭർത്താവ് ദുഷ്ടനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഉപേക്ഷിച്ചു കളഞ്ഞാൽ അയാളും നശിച്ചു പോകും, നിന്റെ ജീവിതവും നശിക്കും, നിന്റെ മക്കളുടെ ജീവിതവും നശിക്കും. നിന്റെ ഭർത്താവിന് വേണ്ടി നീ കണ്ണുനീരൊഴുക്കിയാൽ ഒരു പുതിയ വ്യക്തിയായിട്ട്, പുതിയ മനസ്സ് കൊടുത്ത് പുതിയൊരു വ്യക്തിയാക്കി മാറ്റിയെടുക്കുവാൻ യേശുവിന് കഴിയും. നമ്മുടെ കർത്താവ് വെറുതെ പറയുന്ന ദൈവമല്ല, അവന് പ്രവർത്തിച്ച് കാണിക്കുവാൻ കഴിയും. ഏതെങ്കിലും ജീവിതത്തിൽ അത്ഭുതം നടന്നുവെന്ന് പറയുന്നതായ ആളുകൾ ചെറിയൊരു തലവേദന മാറുമ്പോൾ, അല്ലെങ്കിൽ ഒരു വയറുവേദന മാറുമ്പോൾ, എന്തെങ്കിലും പനി മാറുന്നതായ സമയത്ത് വലിയൊരു അത്ഭുതം സംഭവിച്ചു എന്നൊക്കെ സാക്ഷ്യം പറയാറുണ്ട്. എന്നാൽ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പാപിയുടെ മാനസാന്തരത്തെയാണ് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് ദൈവം കണക്കാക്കുന്നത്. ഒരു ദുഷ്ടൻ നല്ല വ്യക്തിയായിട്ട് മാറുന്നതല്ലേ വലിയ അത്ഭുതം. ഒരു ദുർമാർഗി നല്ല രീതിയിൽ ജീവിക്കുന്നതല്ലേ വലിയ അത്ഭുതം. അത് ചെയ്യുവാൻ കഴിയുന്നവൻ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് അവനെ ഏൽപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് കുടുംബത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ബുദ്ധിയുള്ള സ്ത്രീ തൻ്റെ വീട് പണിയാനിടയാകും. ബോഷിയായവളോ തൻ്റെ സ്വന്തം കൈകൊണ്ട് തൻ്റെ വീട് നശിപ്പിച്ചു കളയുവാൻ ഇടയാകുന്നു. പുരുഷൻ എത്ര നല്ല വ്യക്തിയാണെങ്കിലും സ്ത്രീ ബോഷിയാണെങ്കിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടില്ല. എത്ര സമ്പാദിച്ചാലും ഒന്നും ബാക്കിയുണ്ടാവുകയില്ല. കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും കാണുകയില്ല. കുഞ്ഞുങ്ങൾ അനുസരിക്കില്ല, മാതാപിതാക്കളെ ബഹുമാനിക്കില്ല, ജീവിതം നശിച്ചു പോകും. എന്നാൽ ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ പുരുഷൻ നല്ല വഴി ജീവിക്കുന്നില്ല എങ്കിലും, പുരുഷൻ ഒരുപക്ഷെ നിഷ്പ്രയോജകൻ ആണെങ്കിലും, ഭാര്യ നല്ലവളാണ് എങ്കിൽ
സ്ത്രീ ആ ഭവനത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുന്ന സ്ത്രീയാണെങ്കിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ആ ഭർത്താവ് മാനസാന്തരപ്പെടും. ആ കുടുംബത്തിൽ അനുഗ്രഹമുണ്ടാകും. അവിടെയുള്ള കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായിട്ട് ജീവിക്കുന്നത് കാണാം. തിമോത്തി എന്ന ഭക്തനെക്കുറിച്ച് നമുക്ക് ബൈബിളിൽ കാണാം. ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ഭക്തനായിട്ട് മാറി, ബിഷപ്പായിട്ട് മാറി. കാരണം അറിയാമോ, അദ്ദേഹത്തിന്റെ പിതാവ് ഗ്രീക്കുകാരൻ ആയിരുന്നു, വിഗ്രഹാരാധി ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മാതാവ് വിശ്വാസിനി ആയിരുന്നു. ആ മാതാവിന്റെ മാതാവും വിശ്വാസിനിയായിരുന്നു. നല്ല ആത്മീയ ജീവിതമുള്ള പ്രാർത്ഥനാ സ്ത്രീയായിരുന്നു. അങ്ങനെ തിമോത്തിയോസ് ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ഒരു ദൈവദാസനായിട്ട് മാറുവാനിടയായി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ മേൽ എത്ര വലിയ ഉത്തരവാദിത്വം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ മക്കളുടെ മക്കളും അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുടുംബം പണിയപ്പെടാനിടയാകും. കുടുംബ വ്യവസ്ഥയെ തകർക്കുവാൻ പിശാച് തക്കം പാത്തിരിക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ ഭിന്നിപ്പിച്ചിട്ട് വിവാഹമോചനം കൊണ്ടുവന്നിരിക്കുന്നു. വിവാഹമോചനം ഇന്ന് വന്ന കാര്യമല്ല, മോശയുടെ കാലത്ത് തന്നെ ഉള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഉപേക്ഷണ പത്രം കൊടുത്ത് ഉപേക്ഷിക്കുവാൻ അനുവാദം കൊടുത്തത്. അതാണ് പരീശന്മാർ ചോദ്യം ചെയ്തത്. ഉപേക്ഷണ പത്രം കൊടുത്ത് എൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുവാൻ കഴിയുമോ? എൻ്റെ ഭാര്യയെ വിവാഹമോചനം കൊടുക്കാൻ കഴിയുമോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, വ്യഭിചാര വിഷയം കാരണമല്ലാതെ തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുകയാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുകയാണ്. അപ്പോൾ ചോദിച്ചു, അത് മോശ തന്നതല്ലേ? അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണത് വന്നത്, അല്ലാതെ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ളതല്ല. ദയവ് ചെയ്ത് വിവാഹമോചനത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കരുത്. ഏതോ ഒരു നാട്ടിൽ വിവാഹമോചനം ചെയ്യാൻ പാടില്ല എന്ന പ്രസംഗം ചെയ്തതായ സമയത്ത് അത് കേട്ട ഒരു സഹോദരി വിവാഹമോചനത്തിന് അപ്ലൈ ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. ദൈവവചനം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് അവളോട് സംസാരിക്കുകയും വചനശേഷം അവൾ ചെന്നിട്ട് വിവാഹമോചനത്തിനുള്ള ആപ്ലിക്കേഷൻ തിരിച്ചു വാങ്ങുകയും ചെയ്തു. പിന്നീട് ഭർത്താവിൻ്റെ അടുക്കൽ പോയിട്ട് സമാധാനപ്പെട്ട് അവർ രണ്ടുപേരും ചേർന്നിട്ട് വീണ്ടും കുടുംബജീവിതം നയിച്ചു. രണ്ടുപേരും എനിക്ക് ഫോൺ ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. മെഹബൂബ് നഗറിലെ മീറ്റിങ്ങിനാണെന്ന് തോന്നുന്നു. ആ സഹോദരി പിന്നീട് എന്നെ ഫോൺ ചെയ്ത് സംസാരിച്ചു, ബ്രദർ, ആ മീറ്റിങ്ങിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്തു, ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നു. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. വിവാഹമോചനം ചെയ്ത് മറ്റൊരാളെ കല്യാണം കഴിച്ചാൽ ആ വ്യക്തിയുടെ സ്വഭാവം നിങ്ങൾക്കറിയാൻ കഴിയുമോ? ആ ശമരിയ സ്ത്രീ എത്ര പേരെ വിവാഹം കഴിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ? എത്ര പേരെയാണ്? 5 ആളുകളെയാണ്. ഇയാൾ ശരിയല്ല. പണക്കാരനെ കെട്ടിയാൽ പിന്നെ ഇങ്ങനെയാണ്, പണമില്ലാത്തവനെ നോക്കിക്കളയാം. പാവപ്പെട്ടവനെ കല്യാണം കഴിച്ച്, അയ്യോ പിന്നെ ദാരിദ്ര്യം, ഇത് വളരെ ബുദ്ധിമുട്ടാണ്, ഇവനും വേണ്ട. നല്ല സൗന്ദര്യമുള്ളവനെ കല്യാണം കഴിക്കാം, അത് പിന്നെ അതിനേക്കാൾ പ്രശ്നമാണ്, അയ്യോ അതും വേണ്ട. നല്ല ആരോഗ്യമുള്ളവനെ നോക്കാം, ആരോഗ്യമുള്ളവനെ കല്യാണം കഴിച്ചപ്പോൾ ഡെയിലി എടുത്തിട്ട് ഇടിയാണ്, അയ്യോ അതും വേണ്ട. എന്താണ്? നിങ്ങൾക്കിഷ്ടമുള്ള വ്യക്തിയല്ല, ദൈവത്തിന് ഇഷ്ടമുള്ള വ്യക്തിയെ വിവാഹം കഴിച്ചു തരാൻ വേണ്ടി ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുപോലെ നിങ്ങളുടെ മക്കളുടെ വിവാഹകാര്യത്തിലും നിങ്ങൾ ആദ്യം തന്നെ പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലാതെ പണം നോക്കിയോ സ്ത്രീധനം നോക്കിയോ നിങ്ങൾ വിവാഹം നടത്തരുത്. ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് അന്വേഷിക്കുക. ദൈവത്തിന്റെ ഹിതപ്രകാരം നിങ്ങൾ അങ്ങനെ കല്യാണം നടത്തുകയാണെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ ഹിതപ്രകാരം ചെയ്യുമ്പോൾ അത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും, ഒരു കുറവും കാണില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ തീർച്ചയായും ദൈവത്തിന്റെ അനുഗ്രഹം ആ കുടുംബത്തിന് മേൽ ഉണ്ടായിരിക്കും. ദൈവിക നന്മകൾ ആ കുടുംബത്തിൽ ഉണ്ടാകും. ഭാര്യ ഭർത്താക്കന്മാരെ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മക്കളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ദൈവം അവരെ അനുഗ്രഹിക്കും, അവർക്ക് നന്മ കൊടുക്കും. ഒരു കുടുംബത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ബൈബിളിൽ ആഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. എത്ര പേർക്ക് ആ വ്യക്തിയെക്കുറിച്ച് അറിയാം? കരമുയർത്താമോ? അപ്പോൾ എനിക്ക് അതനുസരിച്ച് പറയാമല്ലോ. അനേകർക്കും അറിയില്ലേ? അയ്യോ, യോശുവയുടെ പുസ്തകം അതിന്റെ 6-ാം അധ്യായവും 7-ാം അധ്യായവും നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വായിച്ചാലും മതി, ഇപ്പോൾ വായിക്കണ്ട. ഞാൻ പറയാം. ആഖാൻ എന്ന് പേരുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അവൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായ വ്യക്തിയായിരുന്നു. ദൈവജനത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിന്റെ അത്ഭുത കാര്യങ്ങൾ കണ്ട വ്യക്തിയാണ്. എരിഹോ പട്ടണത്തെ തകർത്ത് അതിൽ ജയിച്ച്, ശത്രുക്കളെ ജയിച്ച് ചെന്നപ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ എവിടെയുള്ള ശപിക്കപ്പെട്ട വസ്തുക്കളെ തൊടരുത്. അവിടെയുള്ള വസ്ത്രമാകട്ടെ, വെള്ളിയാകട്ടെ, പൊന്നാകട്ടെ, ശത്രുവിന് സംബന്ധിച്ചുള്ള കാര്യങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കരുത് എന്നുള്ളതായ ഒരു കൽപ്പന കൊടുത്തു. ഈ ആഖാൻ എന്തു ചെയ്തു? ബൈബിളിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, വിശേഷമായ ഒരു ബാബിലോണ്യ മേലങ്കിയും ഒരു 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും. എന്താണ്? 200 ശേക്കൽ വെള്ളിയും അതുപോലെ തന്നെ വളരെ ചെറിയ 50 ശേക്കൽ തൂക്കമുള്ള പൊന്നും. അവയെ കണ്ടിട്ട് ആശിച്ച് മോഷ്ടിച്ചെടുത്ത് കൊണ്ടുവന്ന്
അവൻ്റെ കൂടാരത്തിൻ്റെ നടുവിലായിട്ട് കുഴിച്ചിട്ടു. മനസ്സിലായോ? മനസ്സിലാകാത്തവർ ഹല്ലേലൂയ പറയൂ. മനസ്സിലായവർ ഹല്ലേലൂയ പറയൂ. ഓക്കെ, എന്താണ് മനസ്സിലായത്? ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചിട്ട് വസ്ത്രത്തെ ആശിച്ചു, വെള്ളി ആശിച്ചു, അതുപോലെ തന്നെ സ്വർണം ആശിക്കുവാനിടയായി, മോഷ്ടിക്കുവാനിടയായി. മോഷ്ടിച്ചിട്ട് എവിടെ കൊണ്ടുവന്ന് വെച്ചു? എവിടെയാണ് കൊണ്ടുവന്നത്? വീടിൻ്റെ നടുവിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചു. ഹബ്ബാ, ഈ വീട് നിന്റേതാണോ? നിന്റെ വീട് നിന്റേതാണോ? നോക്കൂ, ചില ആളുകൾ ബ്രാൻഡിക്കുപ്പി കൊണ്ടുവന്നിട്ട് വീട്ടിൽ ഒളിച്ചു വെക്കാറുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ചീട്ട് കളിക്കാറുണ്ട് കൂട്ടുകാരെ കൊണ്ടുവന്നിട്ട്. നിങ്ങളുടെ വീട്ടിൽ പാപകാര്യങ്ങൾക്ക് ഇടം കൊടുക്കാറുണ്ട്. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ വീടിനും അത് ശാപമാണ്. പ്ലീസ്, ദയവ് ചെയ്ത്, നിങ്ങളുടെ മക്കൾ കുഞ്ഞുങ്ങളാണ്, അവർക്ക് തിരിച്ചറിവില്ല, അവർക്ക് അറിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പാപം ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ മോഷണവും വഞ്ചനയും നടത്തിയാൽ അയ്യോ, നിങ്ങൾക്ക് കഷ്ടം. പിതാവ് കാക്കേണ്ടവനാണ്, സംരക്ഷിക്കേണ്ടവനാണ്. മോഷണം മുതൽ കൊണ്ടുവന്നിട്ട് വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചു. വീട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അത് വീട്ടുകാരിക്ക് അറിയാമോ ഇല്ലയോ? വീട്ടുകാരിക്ക് അറിയാമോ ഇല്ലയോ? വീടിന് നടുക്കായതുകൊണ്ട് തീർച്ചയായും അറിയാൻ വഴിയുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് പറഞ്ഞതെന്നറിയില്ല. വേണ്ട എന്ന് പറഞ്ഞിരിക്കാമോ? അല്ലെങ്കിൽ സാരമില്ല, ഇരിക്കട്ടെ, വീട്ടിൽ മോൻ്റെ കല്യാണം വരികയല്ലേ, മോളുടെ കല്യാണം വരികയല്ലേ എന്ന് പറഞ്ഞ് എന്താണെന്നറിയില്ല, രണ്ടുപേരും ഒരുമിച്ചിട്ട് അത് ചെയ്തു. അവസാനം എത്ര വലിയ ശാപം വന്നു. ആഖാൻ ചെയ്തതായ ചെറിയ പാപം കാരണം 36 കുടുംബങ്ങൾ കണ്ണുനീരൊഴുക്കി. യുദ്ധത്തിന് പോയി 36 പേർ മരിച്ചു. ദൈവം പറഞ്ഞു, നിങ്ങളുടെ കൂടെ ശപിക്കപ്പെട്ടവനുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല എന്ന്. എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ ദൈവമേ, നിന്റെ വീട്ടിൽ ശപിക്കപ്പെട്ടതുള്ളത് കൊണ്ട് ഞാൻ വീട്ടിലേക്ക് വരില്ല. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. നിന്നിൽ ശപിക്കപ്പെട്ടതായതുള്ളത് കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയില്ല. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. നിന്റെ ജീവിതം ശരിയല്ലാത്തത് കൊണ്ട് നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടില്ല. ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. പിതാവ് ചെയ്യുന്ന പാപത്തിന്റെ പരിണത ഫലം എത്രമാത്രം മക്കളിലേക്ക് വരുമെന്നറിഞ്ഞുകൊണ്ട് നിങ്ങൾ തീർച്ചയായും പിതാക്കന്മാരെ ഭയപ്പെടുക. ദൈവത്തെ അനുസരിക്കുക. നിങ്ങളുടെ പാപത്തിന്റെ ഫലം നിങ്ങളുടെ മക്കളിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ നിങ്ങളുടെ പാപങ്ങളെ ഉപേക്ഷിക്കുക. അമ്മമാരെ, നിങ്ങളുടെ ദോഷത്തിന്റെ ഫലം മക്കളിലേക്ക് വരുന്നതിന് മുൻപേ, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളുടെ മക്കളുടെ മേൽ വരുന്നതിന് മുൻപ് തന്നെ, നിങ്ങളുടെ ശാപം നിങ്ങളുടെ മക്കൾക്ക് ശാപമായി തീരുന്നതിന് മുൻപ് തന്നെ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് പശ്ചാത്താപിച്ച് ഏറ്റുപറയുക. എൻ്റെ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഞങ്ങളെ ദൈവം ഒരു ഗ്രാമത്തിൽ സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി അയച്ചു. വിവാഹത്തിന്റെ 15ാമത്തെ ദിവസം ഒരു ഗ്രാമത്തിൽ പോയി ദൈവവേല ആരംഭിച്ചു. ദൈവം എന്തുകൊണ്ടാണ് ഞങ്ങളെ അങ്ങോട്ട് അയച്ചത് എന്ന് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. എന്നാൽ ഞങ്ങൾ അവിടെ ഗ്രാമത്തിലേക്ക് ചെല്ലുവാൻ ഇടയായി. അവിടെ ചെന്നപ്പോൾ താമസിക്കാൻ ഞങ്ങൾക്ക് വീടില്ല. അവിടെ അടഞ്ഞുകിടക്കുന്ന ഒരു വീടുണ്ട്. അവിടെ പിശാചിന്റെ ബാധയുണ്ടെന്ന് പറഞ്ഞു. കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഭവനത്തിൽ ഞങ്ങൾ താമസിക്കുകയും അവിടെ പ്രാർത്ഥിച്ച് ദൈവഭവനമാക്കി മാറ്റി. അങ്ങനെ ആ വീട്ടിൽ ദൈവത്തിന്റെ വേല ആരംഭിച്ചു. 25 രൂപയ്ക്ക്. അവിടെ ഞങ്ങൾക്ക് സ്വന്തം വീടുണ്ട് കാക്കനാടിൽ. ഞങ്ങൾ നല്ല സുഖ സൗകര്യങ്ങളോട് ജീവിച്ച വ്യക്തികളാണ്. എൻ്റെ ഭാര്യയുടെ വീട്ടുകാർക്കും സ്വന്തം വീടും എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എന്നാൽ ദൈവം ഞങ്ങളെ അയച്ചതുകൊണ്ടാണ് ഞങ്ങൾ അവിടേക്ക് പോകാനിടയായത്. ഒരു ദിവസം എൻ്റെ ഭാര്യ ഈ കുടിലിൽ ആഹാരം പാകം ചെയ്ത സമയത്ത് ഒരുപാട് പുകയുണ്ടാകുവാനിടയായി. ഞാൻ നോക്കിയപ്പോൾ പറയുകയാണ്, എനിക്ക് ഈ ഗ്യാസ് സ്റ്റവ് മാത്രമേ കത്തിക്കാൻ അറിയൂ, ഇങ്ങനെ അടുപ്പ് കത്തിക്കുവാൻ അറിയില്ല. ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ അവിടെ വിറകും കുറെ പുല്ലും കരിയിലയും ഒക്കെ വെച്ചിട്ട് കുറച്ച് മണ്ണെണ്ണയും ഒഴിച്ചിട്ട് തീ കൊടുത്തു. അത് കുറച്ചു നേരം കത്തിയിട്ട് വീണ്ടും അണഞ്ഞുപോയി. എന്താണ് അങ്ങനെ? ഞാൻ അവിടെ ഈ നീലഗിരി മലയുടെ സ്ഥലത്ത് 2 വർഷത്തോളം ആദിവാസികളുടെ ഇടയിൽ ദൈവവേല ചെയ്തു. ഈ 2 വർഷവും ഇങ്ങനെ അടുപ്പ് ഞങ്ങൾ കത്തിച്ചിട്ടാണ് ആഹാരമൊക്കെ പാകം ചെയ്തത്. ഇപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല, എന്ന് പറഞ്ഞ് ഗ്യാസ് കത്തിച്ചാൽ ഉടൻ തീ വരും. അതുകൊണ്ട് എനിക്ക് അനുഭവമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയല്ല തീ കത്തിക്കേണ്ടത്. ഒരു വിറക് 2 വിറക് എടുത്തിട്ട് ചെറിയ വിറക് കൊള്ളി വെച്ചിട്ട് പതിയെ തീ കത്തിക്കേണ്ടതാണ്. അങ്ങനെ പതിയെ തീ കത്തുന്നതായ സമയത്ത് അങ്ങനെ ഊതുമ്പോൾ അത് വീണ്ടും ആളിക്കത്തും. അങ്ങനെ തീ പിടിച്ചതിന് ശേഷം അത് നല്ലവണ്ണം ആളിക്കത്തുവാനിടയാകും. പിന്നെ ഗ്യാസിനേക്കാൾ നല്ല രീതിയിൽ കത്താനിടയാകും. ഇന്ന് നമ്മുടെ ഇടയിൽ അനേകരും പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഇതാണ് ചെയ്യുന്നത്, പുകയ്ക്കുകയാണ് ചെയ്യുന്നത്. വിറകും ചപ്പും എല്ലാം ഇങ്ങനെ കുത്തി നിറയ്ക്കുന്നത് പോലെ അടുപ്പിൽ. കർത്താവേ, എനിക്ക് സഹിക്കത്തില്ല, എൻ്റെ ഭർത്താവ് ശരിയല്ല, എൻ്റെ ഭാര്യ ശരിയല്ല, ഇങ്ങനെ ജീവിക്കാൻ കഴിയത്തില്ല, ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്, കടബാധ്യതയുണ്ട്, രോഗമുണ്ട്, എല്ലാം ഉണ്ട് കർത്താവേ.
ആമേൻ എന്ന് പറഞ്ഞു. ഇതാണോ പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സങ്കടമെല്ലാം പറയുന്നതാണോ? വേദനയെല്ലാം പറയുന്നതാണോ? ദുഃഖമെല്ലാം പറയുന്നതാണോ? നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നതാണോ? അല്ല. നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥന കരയുന്നത് നല്ലതാണ്. നിങ്ങൾ കരയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ശക്തി കിട്ടും. കരയണം. എന്നാൽ ഹന്ന കരഞ്ഞുകൊണ്ടാണ് പോയത്. കണ്ണുനീരൊഴുക്കിക്കൊണ്ടാണ് പ്രാർത്ഥിച്ചത്. വിങ്ങി വിങ്ങി കരയുവാനിടയായി. പുരോഹിതൻ വിചാരിച്ചു ഇവൾ മദ്യപിച്ചിട്ടാണെന്ന്. സഹോദരി, നീ എന്താണ് മദ്യപിച്ചിട്ടാണോ വന്നത് എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, അല്ല യജമാനനെ, ഞാൻ മദ്യവും വീഞ്ഞും കുടിച്ചിട്ടില്ല, എനിക്ക് കുഞ്ഞുങ്ങളില്ല. ആ സങ്കടത്തോടു കൂടിയാണ്, ആ വിഷമം കൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ എനിക്ക് അപമാനവും നിന്ദയുമാണ്. എന്നെ സഹായിക്കുവാൻ ആരുമില്ല, എന്നെ ബലപ്പെടുത്തുവാൻ ആരുമില്ല. എൻ്റെ സങ്കടമെല്ലാം ഞാൻ ദൈവസന്നിധിയിൽ പകരുകയാണ് എന്നാണ് പറഞ്ഞത്. ദൈവം ആ പുരോഹിതനിൽ കൂടി അരുളി ചെയ്തു, അടുത്ത വർഷം ഈ സമയത്ത് നിന്റെ കയ്യിലൊരു കുഞ്ഞുണ്ടായിരിക്കും, പോകുക എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നു എന്നവൾ തീരുമാനമെടുത്തു. അവളെ ദൈവം അനുഗ്രഹിച്ചു. വചനത്തിൽ പറയുന്നു, അന്നു മുതൽ അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല എന്ന്. അവൾ സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്ന്. അന്നുവരെ അവൾ ആഹാരം പോലും ശരിക്ക് കഴിച്ചിരുന്നില്ല. എന്നാൽ എപ്പോഴാണോ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിട്ട് അവളുടെ ഭാരങ്ങൾ ഇറക്കി വച്ചത്, ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിച്ചെടുത്തത്, പിന്നീട് അവൾ സന്തോഷത്തോടുകൂടി ഉല്ലാസത്തോടുകൂടി കടന്നുപോയി എന്നാണ് വചനത്തിൽ പറയുന്നത്. അപ്പോൾ കുഞ്ഞ് ജനിച്ചിട്ടില്ല. കുഞ്ഞ് ജനിക്കാൻ ഇനിയും 9 മാസം കാത്തിരിക്കണം. എന്നാൽ ദൈവത്തിൽ അവൾ വിശ്വസിച്ചു. വിശ്വാസത്തോടുകൂടി സന്തോഷത്തോടുകൂടി ദൈവത്തിൽ വിശ്വസിച്ചു പോകുവാനിടയായി. ഇന്ന് സഭയിൽ വരുന്നതായ ആളുകൾ ഒരുപക്ഷെ നിങ്ങൾ വരുന്നതായ സമയത്ത് വിഷമത്തോടെ, സങ്കടത്തോടെ, ദുഃഖത്തോടെ, കലഹത്തോടുകൂടി വന്നിട്ട് കുറെ നേരം വചനം കേട്ട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ തന്നെ തിരിച്ചു പോവുകയാണ് എങ്കിൽ കൂട്ടായ്മയിൽ വരുന്നത് കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? ദൈവം നിങ്ങളെ കൂട്ടിവരുത്തിയത് അങ്ങനെ തന്നെ മടക്കി അയക്കാനാണോ? അല്ല, അല്ല. നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നിട്ട് ദൈവം മറുപടി നൽകുന്നത് വരെയും കാത്തിരിക്കേണ്ടതാണ്. എത്ര ദുഃഖകരമാണിത്! ആഖാന്റെ ജീവിതത്തിൽ ചെയ്തതായ പാപം കാരണം ആഖാന്റെ വീട്ടിലുള്ള എല്ലാവരെയും കല്ലെറിഞ്ഞു കൊല്ലുവാനിടയായി. അത് പഴയ നിയമമാണെന്ന് വിചാരിക്കാം. എന്നാൽ ഇന്ന് നാം പ്രത്യക്ഷത്തിൽ മരിക്കുന്നില്ല എങ്കിലും ശാപത്തെ നമ്മുടെ കൂടെ കൊണ്ടുവരികയാണ്. നമ്മുടെ പാപം നമ്മുടെ മക്കളുടെ മേലും മക്കളുടെ മേലും വ്യാപരിക്കാനിടയാകും. കുടുംബ വ്യവസ്ഥയെ തകർത്ത് കളയണം. കുഞ്ഞുങ്ങളുടെ ജീവിതം നശിപ്പിക്കണം. രാജ്യങ്ങളെ നശിപ്പിക്കണം. പ്രപഞ്ചത്തെ നശിപ്പിക്കണം. മാനവരാശിയെ നശിപ്പിക്കണം. അവനുവേണ്ടി ഒരുക്കിയിരിക്കുന്ന അഗ്നി നരകത്തിലേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടു പോകണം എന്ന് പിശാച് വിചാരിച്ചുകൊണ്ട് ഗർജിക്കുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് നോക്കി നടക്കുകയാണ്. അതുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പിശാച് എൻ്റെ മക്കളുടെ മേൽ ദൃഷ്ടി വയ്ക്കുവാൻ പാടില്ല. ഫറവോനോട് പറഞ്ഞു, ജനം മുഴുവൻ ദൈവത്തെ ആരാധിക്കേണ്ടതിന് ഞങ്ങളെ കടത്തിവിടുക എന്ന്. അപ്പോൾ ഫറവോൻ പറഞ്ഞു പാടില്ല എന്ന്. പിന്നെ പറഞ്ഞു, നിങ്ങൾ പുരുഷന്മാർ മാത്രം പോയി വരികയെന്ന്. കാരണം പുരുഷന്മാർ പോയ ഭാര്യയും മക്കളെയും അന്വേഷിച്ച് വീണ്ടും തിരികെ വരുമെന്ന്. അവർ പറഞ്ഞു, ഞങ്ങൾ കുടുംബത്തോടെ പോവുകയുള്ളെന്ന്. അപ്പോൾ പറഞ്ഞു, ശരി, നിങ്ങൾ കുടുംബമായിട്ട് പോയിട്ട് നിങ്ങളുടെ ആസ്തിയും സമ്പത്തും മൃഗങ്ങളെയെല്ലാം വിട്ടിട്ട് പോവുക. അപ്പോൾ അതിനുവേണ്ടി വരുമല്ലോ എന്നാണ് വിചാരിച്ചത്. അപ്പോൾ മോശ പറഞ്ഞു, ഒന്നും ഞങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുകയില്ല. ഞാനും ഞങ്ങളുടെ ജനവും സന്താനങ്ങളും എല്ലാവരും ഒരുമിച്ച് ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞു. അതെ, നമ്മുടെ വീട്ടിൽ ഒരു നിസ്സാര വസ്തു പോലും, ഒരു ചെറിയ വസ്തു പോലും പിശാചിന് കൊടുക്കുകയില്ല. ഒരു ഡസ്റ്റ്ബിന് പോലും പിശാചിന് തൊടുവാൻ കൊടുക്കുകയില്ല. പിശാചിന് പ്രവർത്തിക്കുവാൻ അല്പം പോലും ഇടം കൊടുക്കുകയില്ല. സകലതും എൻ്റെ ദൈവത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞു. എന്ന് എത്ര ആളുകൾക്ക് ധൈര്യത്തോടെ ഈ സമയത്ത് പറയാൻ കഴിയും? ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. വായ് തുറന്ന് പറയുക. വായ് തുറന്ന് ഉറക്കെ പറയുക. പിശാച് കൈകൾ ഉയർത്തുമ്പോൾ സന്തോഷിക്കും. എന്നാൽ വായ് കൊണ്ട് പറയുകയാണെങ്കിൽ അവൻ ഓടിപ്പോകാനിടയാകും. അവൻ യൂസ്ലെസ് ഫെലോയാണ്. ആരാണവൻ? പിശാച് തോറ്റുപോയ ശത്രുവാണ്. എൻ്റെ വീട്ടിൽ കിടക്കുമോ? എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഇടപെടുമോ? എൻ്റെ കുടുംബത്തിൽ വരുമോ? ഗെറ്റ് ഔട്ട്! പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. അപ്പോൾ അവൻ നിങ്ങളെ വിട്ടിട്ട് ഓടിപ്പോകും. നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നത്തിന്, നിങ്ങളുടെ വീട്ടിൽ സമാധാനമില്ലാത്തതിന്, സ്വസ്ഥതയില്ലാത്തതിന് കാരണം ആരാണെന്നറിയാമോ? ഈ പിശാചാകുന്നു. അവൻ വഞ്ചകനാണ്, അവൻ കള്ളനാണ്, അവൻ ചതിയനാണ്, അവൻ തന്ത്രങ്ങൾ മെനയുന്നവനാണ്, നിങ്ങളെ തകർക്കുവാൻ നോക്കിയിരിക്കുന്നവനാണ്. അവനെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ സമാധാനമുണ്ടാകുവാനിടയാകും. താൽകളെ വണക്കം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ അത്ഭുതം ചെയ്യുന്നതിന് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തെ പിശാചിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു.
നിങ്ങളുടെ അസമാധാനം മാറ്റിയിട്ട് സമാധാനം നൽകാൻ അവൻ ആഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിക്കും. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വായ് തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതാ എൻ്റെ ജീവിതം. രാവിലെ തന്നെ എഴുന്നേറ്റ് നിന്നോട് പ്രാർത്ഥിക്കുവാനുള്ള കൃപ നൽകണമേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനുള്ള കൃപ നൽകണമേ അപ്പാ. എൻ്റെ മക്കളുടെ ജീവിതത്തിൽ പിശാചിന്റെ കെണികൾ നടക്കുന്നുണ്ട്. എൻ്റെ കുടുംബം ഛിന്ന ഭിന്നമായി പോവുകയാണ്. എന്നെ സഹായിക്കണമേ കർത്താവേ. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് കർത്താവേ. എപ്പോഴും കുടുംബത്തിൽ സമാധാനമില്ലാത്ത വഴക്കിന്റെയും കലഹത്തിന്റെയും അവസ്ഥയാകുന്നപ്പാ. സ്വസ്ഥതയില്ല കർത്താവേ. നീ എൻ്റെ ഭവനത്തിലേക്ക് വരണമേ, എൻ്റെ ഗൃഹത്തിലേക്ക് വരണമേ. എൻ്റെ കുടുംബം നശിച്ചു പോയിരിക്കുകയാണ്. എൻ്റെ കുടുംബം ചിതറിപ്പോയിരിക്കുകയാണ് കർത്താവേ. ഭാര്യാഭർത്താക്കന്മാരായിരിക്കുന്ന ഞങ്ങളുടെ ഇടയിൽ സന്തോഷമില്ല, സമാധാനമില്ല. ഒരുമിച്ച് ജീവിക്കുന്നുവെന്നാൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. ഒരുമിച്ച് ജീവിക്കുന്നുവെന്നാൽ ഒരുമിച്ച് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമേ. എൻ്റെ ഭാര്യയെ നോക്കണമേ, എൻ്റെ ഭർത്താവിനെ നോക്കണമേ, ഞങ്ങളുടെ മക്കളെ നോക്കണമേ. പിതാവായ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ സഹായിക്കുമാറാകണമേ. പിതാവെന്ന് പറയുക മാത്രമല്ല, പിതാവിന്റെ ഉത്തരവാദിത്തം നിറവേറ്റാൻ സഹായിക്കും. മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കുമാറാകണമേ. പിതാവെന്ന നിലയിൽ അവർക്ക് വേണ്ടി സമ്പാദിക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കുമാറാകണമേ. ഇതാ കർത്താവേ, എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ, സകലത്തെയും നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു കർത്താവേ. എനിക്ക് കഴിയുന്നില്ല കർത്താവേ. ഈ കുടുംബത്തെ കൊണ്ടുപോകുവാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല കർത്താവേ. ഈ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ എനിക്ക് കഴിയുന്നില്ലപ്പാ. ഈ പ്രശ്നങ്ങൾ കാരണം, ഈ ഇല്ലായ്മയിൽ, ഈ കഷ്ടതയിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നു. നിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞങ്ങളെ സഹായിക്കണമേ അപ്പാ. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ നീ ദർശിക്കണമേ. ഏത് പിതാവാണ് വേദനിക്കുന്നത്? ആരുടെ ഹൃദയത്തിലാണ് ദുഃഖമുള്ളത്, ഭാരം ഉള്ളത്? ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോകുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ വിടുതൽ നൽകണമേ അപ്പാ. മദ്യപിക്കുന്ന ശീലമുള്ള പിതാക്കന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്ക് വിടുതൽ നൽകുമാറാകണമേ അപ്പാ. സ്വയം നാശത്തിലേക്ക് പോയിക്കൊണ്ട് തങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം നീ കൊണ്ടുവരണമേ. അവരുടെ ഹൃദയത്തിൽ വലിയ പശ്ചാത്താപം ഉണ്ടാക്കണമേ അപ്പാ. അവർ ഇഷ്ടപ്പെടുന്നതായ ആ പാപത്തെ വെറുക്കുവാനുള്ള പുതിയ മനസ്സവർക്ക് കൊടുക്കണമേ. ഏതു സഹോദരിയാണ്, ഏത് മാതാവാണ് തൻ്റെ വീട്ടിലെ അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്നത്, ആത്മീയമായിട്ട് മുന്നേറുവാൻ കഴിയാതെ ഇരിക്കുന്നത്? അവരോട് നീ ഇന്ന് കരുണ കാട്ടുമാറാകണമേ. അങ്ങനെയുള്ള ആളുകളെ നിന്റെ മക്കളായിട്ട് നീ മാറ്റിയെടുക്കണമേ. നിന്നോട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാക്കി മാറ്റണമേ. പിശാച് കൊണ്ടുവരുന്ന സകല തടസ്സങ്ങളിൽ നിന്നും, സകല ബന്ധനങ്ങളിൽ നിന്നും നീ സ്നേഹിക്കുന്ന നിന്റെ മക്കളുടെ കുടുംബങ്ങളെയെല്ലാം വിടുവിക്കുമാറാകണമേ അപ്പാ. പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് വിടുവിച്ച് സമാധാനം കൊടുക്കുമാറാകണമേ. എല്ലാ കുടുംബത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം, സമാധാനം വരുവാൻ കൃപ കൊടുക്കണം കർത്താവേ. നീ യഥാർത്ഥമായും ഞങ്ങളുടെ കുടുംബത്തിന്റെ അധിപതിയായിട്ട്, നായകനായിട്ട് വരുമാറാകണമേ. നിന്റെ സമാധാനവും നിന്റെ സന്തോഷവും ഞങ്ങളുടെ സകല ഗൃഹങ്ങളിലും ഉണ്ടായിരിക്കാൻ സഹായിക്കണമേ. എവിടെയാണോ ക്രിസ്തു ഉള്ളത് അവിടെ സമൃദ്ധിയുണ്ട്, അവിടെ അനുഗ്രഹമുണ്ട്. ലോകത്തിലുള്ളതായ സമ്പാദ്യമല്ല, ലോകത്തിലെ പണമല്ല വലുത്, ക്രിസ്തുവിന്റെ സമ്പാദ്യമാണ്. ക്രിസ്തു നൽകുന്നതായ സമ്പത്താണ് വലുത് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെയുള്ള ആഗ്രഹം ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളിൽ നീ കൊടുക്കണമേ. അങ്ങനെ അവർ ലോകത്തിന്റെ പിന്നാലെ പോകാതെ, ലോകത്തിന്റെ ഇഷ്ടത്തിന് പിന്നാലെ പോകാതെ, പിശാചിന് കീഴ്പ്പെട്ടു പോകാതെ, യൗവന മോഹങ്ങളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുവാൻ വിശുദ്ധിയോടുകൂടി, സ്നേഹത്തോടുകൂടി, വിശ്വാസികളോടുകൂടി പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ആയിരിക്കുവാൻ ഞങ്ങളുടെ മക്കളെല്ലാം നീ സഹായിക്കുമാറാകണമേ അപ്പാ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും.
യേശുവേ 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 യേശുവേ